ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുള്ളതാകും എന്ന് നാം അറിയുന്നതിന് മുൻപ് കർത്താവ് അറിയുന്നു. നമ്മെക്കുറിച്ച് നല്ല കരുതലുള്ള, നമ്മെക്കുറിച്ച് ശ്രദ്ധയുള്ള, നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ദൈവം, നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവം, ഇന്ന് നമുക്കായി എല്ലാം കരുതിയിരിക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെയായിരിക്കണം ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കേണ്ടത്? ഒത്തിരി സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, പൂർണ്ണമായും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്ത്, ഇന്ന് ദൈവം എന്നെ നയിക്കുന്നത് പോലെ നയിക്കപ്പെടാൻ തുറന്ന മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നാളിതുവരെ നടത്തിയ ദൈവം ഇന്നും ഇനിയും നിന്നെ നടത്തും. ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമികളെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ തന്നെ ഞങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും എളിമയോടെ, സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളെ തന്നെ നിനക്ക് വിട്ടുതരുന്നു. ഞങ്ങളെ ഇന്നത്തെ ദിവസം, ഞങ്ങളുടെ ജീവിതത്തെ നിനക്ക് തരുന്നു. ഞങ്ങളുടെ ശരീരം, മനസ്സ്, അന്തരാത്മാവ്, ഹൃദയം, ഇന്ദ്രിയങ്ങൾ, കർത്താവേ, ഈ ജീവിതം മുഴുവനും നിനക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വരെ വഴി നടത്തിയ ദൈവമേ, ഇനിയും അങ്ങ് ഞങ്ങളെ വഴി നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. മറ്റാരേക്കാളും നിനക്ക് ഞങ്ങളെക്കുറിച്ച് കരുതലുണ്ട്. ഞങ്ങളെക്കുറിച്ച് നീ ശ്രദ്ധാലുവാണ്. ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ദൈവമാണ്. കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്തെല്ലാമാണ് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള നിന്റെ പദ്ധതി, അത് പൂർണ്ണമായും ഞങ്ങളിൽ നിറവേറ്റപ്പെടാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവരുടെ ഉദ്യമങ്ങൾക്കായി, അവരുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ, അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നീ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കാവശ്യമായതെല്ലാം നീ കരുതി വച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നീ കരുതിയിരിക്കുന്നവ എല്ലാം ആത്മീയമായ തലത്തിൽ കൂടി ഞങ്ങളത് സ്വീകരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം, ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തികം, ഞങ്ങൾക്കാവശ്യമായ വിജയം, സമാധാനം, സന്തോഷം, ഞങ്ങൾക്കാവശ്യമായ സംതൃപ്തി, കർത്താവേ, നിനക്ക് മാത്രമേ അത് തരാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നവ നിന്നിലുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ലോകം നൽകുമ്പോൾ അതിനെ തിരസ്കരിക്കാനുള്ള
ചങ്കൂറ്റം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ലോകം വെച്ച് നീട്ടുന്നവ ഞങ്ങൾ സ്വീകരിച്ചാൽ പിന്നീട് അതൊരു ദുഃഖമായി മാറും, പിന്നീട് അതൊരു നഷ്ടമായി തോന്നും, പിന്നീട് അതൊരു പരാജയമാകാം. അതിനാൽ ലോകം നൽകുന്ന സുഖ സൗകര്യങ്ങൾ, സുഖലോലുപതകൾ ഉപേക്ഷിക്കുവാനുള്ള ആത്മധൈര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് നീ നിക്ഷേപിക്കണമേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി തരുന്നത് അത് എത്ര കാലതാമസമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് കർത്താവ് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ നിനക്കായി കാത്തിരിക്കാൻ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഇന്നും എന്നും ഞങ്ങളെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതി നിനക്കുണ്ട്. അത് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ്. ഇന്ന് ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓഫീസിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, ഞങ്ങളുടെ ജീവിത മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ, ഞങ്ങൾക്കിന്ന് ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് എങ്കിൽ, കർത്താവെ, അത് നിന്നിൽ നിന്നും സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ. അത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നും സ്വീകരിച്ച്, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നഷ്ടമാണെങ്കിലും പരാജയമാണെങ്കിലും ലാഭമാണെങ്കിലും വിജയമാണെങ്കിലും എല്ലാം കർത്താവിൽ നിന്നും സ്വീകരിച്ച് കർത്താവിന് നന്ദി അർപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് പരിശീലിപ്പിക്കണമേ. എന്തെന്നാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്. നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് സംതൃപ്തമായ ഒരു ജീവിതം നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മനുഷ്യർ ഞങ്ങളെ പരാജയപ്പെടുത്തിയാലും, ഞങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയാലും, ഞങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിയാലും, ഞങ്ങളെ ഉപദ്രവിച്ചാലും, ഞങ്ങൾക്ക് ഉള്ള അവകാശങ്ങളെ തട്ടിയെടുത്താലും, ഞങ്ങൾ അത് സ്വീകരിക്കാനും ആ അവസ്ഥയെ, ആ സാഹചര്യത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങളുടെ പ്രശ്നങ്ങളെ, ഞങ്ങൾ അകപ്പെട്ടു കഴിഞ്ഞ പ്രശ്നങ്ങളെ എല്ലാം ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ അത് തിരിച്ച് ദൈവത്തിന് ഏൽപ്പിക്കുവാൻ, അങ്ങനെ ജീവിതം സ്വസ്ഥമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാകാം, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതാകാം, ഏതാണെങ്കിലും അത് സ്വീകരിക്കാനുള്ള ആ അവസ്ഥയെ, ആ പരാജയത്തെ, ആ കോട്ടങ്ങളെ, ആ അരക്ഷിതാവസ്ഥയെ, ആ സങ്കടത്തെ, ആ ദുരിതങ്ങളെ അത് സ്വീകരിക്കുവാൻ, ആ അവസ്ഥയെ, ആ രോഗത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ അവസ്ഥയും എല്ലാം തിരികെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനും, ദൈവം എന്താണ് ഇനി എനിക്ക് തരാൻ പോകുന്നത് അത് സ്വീകരിക്കാനും, കർത്താവേ, എൻ്റെ മനസ്സിനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ നീ ആത്മധൈര്യം നൽകി, വിശ്വാസം നൽകി ഞങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തു വന്നാലും, ജോലി നഷ്ടപ്പെട്ടാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, ആ അവസ്ഥയെ കർത്താവെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്നു. നിന്റെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കുന്നു. ദൈവമേ, നീ എനിക്ക് വേണ്ടി എല്ലാം നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയാൽ എന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവം എനിക്ക് മറ്റൊന്ന് കരുതിയിരിക്കുന്നു. കർത്താവെ, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചാൽ എന്നെക്കുറിച്ച് കരുതലുള്ള ദൈവം എനിക്ക് സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വിരമിച്ച് ദൈവത്തിൽ ആനന്ദിക്കാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, എൻ്റെ രോഗാവസ്ഥയെ ഞാൻ ഉപയോഗപ്രദമാക്കാൻ എനിക്ക് സാധിക്കട്ടെ. കർത്താവേ, എൻ്റെ നഷ്ടങ്ങളുടെ അവസ്ഥയെ, എൻ്റെ പരാജയങ്ങളുടെ അവസ്ഥയെ ഇതെല്ലാം ഒരു അവസരമായി കണ്ട് എനിക്ക് ഉയരാനുള്ള, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ എൻ്റെ ജീവിതത്തെ കാണാനുള്ള, എൻ്റെ ഉയർച്ചയുടെ ഭാഗമായ അവസരങ്ങളായി ഓരോ പ്രയാസങ്ങളെയും കാണാൻ, ഓരോ പ്രശ്നങ്ങളെയും കാണാൻ ഇന്ന് നീ എനിക്ക് ശക്തി തരണമേ. കർത്താവായ ദൈവമേ, നീ മാത്രമാണ് ദൈവം.
നീ മാത്രമാണ് ഏക ദൈവം, ഏക സത്യദൈവമേ. നിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാവുന്ന, ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് മുൻപേ തന്നെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കുന്ന നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുവാൻ, സർവശക്തിയോടെ ആരാധിക്കുവാൻ, സ്നേഹിക്കുവാൻ, നിന്നോട് കൂടെ ആയിരിക്കുവാൻ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ, വിശ്വാസം തരണമേ. നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് നിന്നോടൊപ്പമായിരിക്കാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും മുൻകൂട്ടി അറിഞ്ഞ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് അനുകൂലമായി ക്രമീകരിച്ച ദൈവമേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും സമസ്ത സൃഷ്ടികളിലും മഹത്വപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളും നൽകുന്ന ദൈവമേ, നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കിട്ടുന്ന ഓരോ സാഹചര്യവും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും സമർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് മുൻപേ പോയി സകല കാര്യങ്ങളും നിനക്ക് വേണ്ടി ക്രമീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, നിനക്ക് നന്മ വരുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരോടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.